ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പിയിൽ അടിപൊളിയായിട്ടുള്ള ഗ്രിൽഡ് ചിക്കനാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് വീട്ടമ്മയ്ക്കും ഇനി ധൈര്യമായി ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. ചിക്കൻ എങ്ങനെയാണ് അരപ്പ് ചെയ്ത് വെക്കുന്നതെന്നും ഓവനിൽ ഗ്രില്ല് ചെയ്ത് എടുക്കുക എന്നും A to Z കാര്യങ്ങൾ ഞാൻ ഈ ചെറിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ധൈര്യമായി നിങ്ങൾക്കും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാം. നിങ്ങൾ പല പ്രാവശ്യം ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി ഫ്ലോപ്പ് ആയ വ്യക്തികളാണെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ റെസിപ്പി ഫോളോ ചെയ്തോളൂ. അപ്പോൾ ടേസ്റ്റി ആയിട്ടും കരിഞ്ഞു പോകാതെയും നല്ല അരപ്പോട് കൂടിയതുമായ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കണേ. എന്നാൽ ഇനി ഒട്ടും സമയം കളയാതെ ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഞാനിവിടെ ഗ്രിൽഡ് ചെയ്യാനായിട്ട് ഒരു വലിയ കോഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ കോഴിയെ 8 പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള വലിയ പീസുകളാണ് നമുക്ക് കിട്ടുക. ചിക്കനെ ചെറിയ ചിക്കൻ ആണെങ്കിൽ 4 പീസായും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. ഇത് വലിയ ചിക്കനാണ്. അപ്പോൾ 8 പീസായിട്ട് കട്ട് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം തുവർത്തി നന്നായിട്ട് ഒരു ടവൽ വെച്ച് ഒപ്പിക്കളയുക. അതിനുശേഷം ഇതുപോലെ ചിക്കൻ വരഞ്ഞ് വെക്കുക. നല്ല ദശക്കട്ടിയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കനിൽ അല്പം പോലും ജലാംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാല അതിലേക്ക് പിടിക്കില്ല. മസാലയെല്ലാം പുറത്തേക്ക് വീണു പോകും. അപ്പോൾ മസാല പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കാത്തതിന്റെ പ്രധാന കാരണം ജലാംശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചിക്കൻ നല്ല ടവൽ വെച്ച് ഒപ്പി ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ റെഡിയാക്കാം. ഇതിപ്പോൾ ഒരു വലിയ കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും മുളകും കൂടെ ഞാൻ അരച്ചിരിക്കുന്നതാണ്. മുളകിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നന്നായിട്ട് ഓയിൽ ചേർത്താണ് അരയ്ക്കുന്നത്. ഓയിലിന് പകരം വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഇതുപോലെ അരച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മറ്റു കുറച്ച് മസാലകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ആ മസാല നമ്മൾ കൈകൊണ്ട് വടിച്ച് എടുത്ത് വെക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് നിരത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ഇടുക. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ മസാലകളിലാണ് ഈ ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കുക. അപ്പോൾ അതിൻ്റെതായ ഫ്ലേവർ നമുക്ക് ലഭിക്കുന്നതാണ്. ഗരം മസാലപ്പൊടിയും ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കസൂരി മേത്തിയുടെ 1 ടീസ്പൂൺ പൊടി ചേർക്കേണ്ടതാണ്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ് വേണം. ഈ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മസാല എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് മസാലകൾ എത്തുകയുള്ളൂ. നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മി ഞെരടിയെടുക്കേണ്ടതുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യം ഇതുപോലെ തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു മസാലകൾ. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാനുള്ളത്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കാൻ പോലെ നനഞ്ഞിരിക്കണം. അതുപോലെ ഓയിൽ ചേർത്ത് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 1 നാരങ്ങയുടെ നീരാണ്. അത് കുരുമാറ്റി പിഴിഞ്ഞു വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു ഇടത്തരം നാരങ്ങയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇടത്തരം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് തൈരാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളിപ്പ് കുറഞ്ഞ തൈരായിരിക്കണം. യോഗട്ട് ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യേണ്ടതുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ്ങിലാണ് നമ്മുടെ അരപ്പിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്നുകൂടെ ഞാൻ ലാസ്റ്റ് നോക്കുകയാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി പുളി കുറവാണെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് ഇതുപോലെ മസാല തിരുമ്മി എടുക്കുക. നന്നായിട്ട് അതിൻ്റെ ഓരോ മുറിപാടുകൾക്കുള്ളിലേക്ക് മസാലകൾ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ചെന്നുവെന്ന് ഉറപ്പാക്കണം. ഉള്ളിലേക്കൊക്കെ നമ്മൾ കൈയിട്ട് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനാണ് പോകുന്നത്. ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അടപ്പുള്ള പാത്രമാകണം. അതിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതുപോലെ ഓരോ ചിക്കൻ്റെ പീസും നമ്മൾ എടുത്ത് ആ മസാലയിൽ മുക്കി എല്ലായിടത്തും മസാല പറ്റിയെന്ന് ഉറപ്പാക്കി മാറ്റി വയ്ക്കാം. പീസുകളെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓരോ പീസുകളായിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് അടുക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ പീസുകളും തിരുമ്മി വെച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മസാലയൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പം ഇതുപോലെ അടുക്കി നന്നായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഒരു 12 മണിക്കൂറെങ്കിലും സൂക്ഷിച്ചെങ്കിലാണ് ഏറ്റവും സോഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കുക. നമുക്ക് ഇന്ന് ചെയ്യാനാണെങ്കിൽ തലേദിവസം വൈകിട്ട് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 12 മണിക്കൂർ വയ്ക്കുന്നുണ്ട്. 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കൻ ഞാൻ 5 പീസുകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ 5 പീസുകളാണ് ഞാനിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ചിക്കൻ നമ്മൾ ആ കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്നാൽ 2 ദിവസം വരെ കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ റെസിപ്പി ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് കേടാകാതെ ഇരിക്കുള്ളൂ. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരണ്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്രിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ട്. ഈ മസാല ഇതിൽ നിന്ന് ഇനി വിട്ടുപോകില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഈ ചിക്കനെ ഓരോന്നായി നമുക്ക് ഗ്രിൽഡ് ചെയ്യാൻ നോക്കാം. ഞാൻ OTG ഓവനിലാണ് ചെയ്യുക. അപ്പം ഓവൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഓവൻ്റെ പ്ലഗ് ഓൺ ചെയ്യുക. ഇപ്പോൾ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യുന്നതിനായി ഞാൻ 20 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഓപ്ഷൻ ഗ്രിൽ ഓപ്ഷൻ മുകളിലും താഴെയും വരുന്ന ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത്. 230 ആണ് ചൂട് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ചൂടിൽ ഒരു 20 മിനിറ്റ് ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് പ്രീഹീറ്റായി കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള ഈ ഡിഷും കൂടെ വെക്കണം. നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രേവി ഓയിലൊക്കെ അതിലേക്ക് വീണ് കിടക്കാനാണ്. അപ്പം സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ചാണ് നമ്മൾ ഓവൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. കാരണം ഇതെല്ലാം ചൂടായി നിൽക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് ഗ്രില്ലായി കിട്ടത്തുള്ളൂ. അപ്പം ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വയ്ക്കാറാകും. അത് കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം എൻ്റെ ഈ ഓവനിൽ കേക്കും ചെയ്യാവുന്നതാണ്, ഗ്രിൽഡ് ചിക്കനും ചെയ്യാവുന്നതാണ് കേട്ടോ. ചിക്കൻ ചെയ്ത് കഴിഞ്ഞ് കേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഓവൻ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിനാൽ ഇത് ചിക്കന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. കേക്ക് ചെയ്യുന്നത് മറ്റൊരു ഓവനിലാണ് കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റായി. 15 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ പീസുകൾ പെറുക്കി വയ്ക്കുകയാണ്. ആ താഴെയുള്ള ആ കമ്പിയാണ് നമുക്ക് പഴുത്ത് ചൂട് തരുന്നത്. ആ കമ്പിയുടെ മുകളിലായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കമ്പി നല്ല പഴുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ ഗ്രില്ലായി വരുന്നത്. അപ്പം എല്ലാ പീസുകളും ഞാൻ അകത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഓപ്ഷൻ മാറ്റിയിടുകയാണ്. ഞാൻ 35 മിനിറ്റിലേക്ക് മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ ഓപ്ഷൻ താഴെ മാത്രമുള്ളതിലേക്ക് മാറ്റി 250 ഡിഗ്രിയിലേക്ക് ഞാൻ ചൂടും മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതുപോലാണ് ഞാൻ ഓവൻ സെറ്റ് ചെയ്ത് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ട് എനിക്കിത് കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് സമയത്തേക്ക് നമ്മളതിനെ തൊടേണ്ടതില്ല. ഒരു വശം ഒന്ന് പാകമാകട്ടെ. ഇപ്പം ഞാനിത് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അതിൽ നിന്ന് ആവിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം പതുക്കെ ഒന്ന് പൊക്കി നോക്കുക. അതിൻ്റെ ഒരു വശം ആയിട്ടുണ്ടാവും കുറച്ച്. അതായത് ഒരു വശം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അതല്ല എങ്കിൽ എല്ലാ സ്ഥലത്തെയും അരപ്പ് ഒരുപോലെ മൂത്ത് വരില്ല.
അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനിയും നമുക്കിത് പലവട്ടം തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ എത്രയ്ക്ക് മൊരിഞ്ഞു വേണോ അതിനനുസരിച്ച് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എത്ര ഡ്രൈ ആയി വരണോ അതനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഇത് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ലെഗ് പീസ് പുറകിലാണ് വെച്ചിരുന്നത്. അത് ഒന്ന് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കൊടുക്കാം. ചെറിയ പീസുകളാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഗ്രില്ലായി കിട്ടും. വലിയ പീസുകൾക്കാണ് കുറച്ച് താമസം വരിക കേട്ടോ. ഈ 2 ലെഗ് പീസ് ഞാൻ പുറകിലാണ് വെച്ചിരുന്നത്. അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു വശം കൂടെ ആയി വന്നാൽ മതി. അപ്പോൾ വലിയ പീസുകൾ നമ്മൾ ഒന്ന് തിരിച്ചും മറിച്ചും വീണ്ടും വെച്ച് കൊടുക്കണം. പിന്നെ ചിക്കൻ വെക്കുമ്പോൾ ഏതാണ്ട് ഒരേ സൈസിലുള്ള പീസുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ മൊരിയേണ്ട ഭാഗങ്ങൾ ഇടയ്ക്കൊന്ന് നിങ്ങൾ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. ഒത്തിരി സമയം ഓവൻ തുറന്നു വയ്ക്കരുത്, അപ്പോഴേക്കും അതിൻ്റെ ചൂട് ക്രമീകരണം ഇല്ലാതായി പോകും. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ താഴെ നന്നായിട്ട് കമ്പി പഴുത്ത് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ലെഗ് പീസ് മുൻവശത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതനുസരിച്ച് ചൂട് എവിടെയാണോ കൂടുതൽ കിട്ടുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പം അവിടേക്ക് കൂടുതൽ വേകേണ്ടത് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് കേട്ടോ. ഇപ്പം നന്നായിട്ടായി വന്നിട്ടുണ്ട്. ലെഗ് പീസ് കണ്ടോ, കരിഞ്ഞു പോയിട്ടുമില്ല, എങ്കിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ് ഇപ്പോൾ ഇവിടെ റെഡിയായി വരുന്നത്. നമുക്ക് ഓരോ പീസുകളായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ മൊരിയണമെങ്കിൽ അത് ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. കഴിക്കുന്നവരുടെ ചോയ്സിനനുസരിച്ച് നമുക്കിനി ഈ ചിക്കനെ കൂടുതലും മൊരിയിച്ചോ കരിയിച്ചോ അതുപോലെ ഈ മൊരിച്ചിൽ കുറച്ചോ എങ്ങനെ വേണേലും പുറത്തേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ പീസുകളും ഞാൻ ഇനി പുറത്തേക്ക് മാറ്റാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുക്കുംബറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മയണൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മയണൈസിന്റെ വീഡിയോ ഞാൻ വേറൊന്നായിട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോകും. നമ്മുടെ അടിപൊളി ഒരു ലെഗ് പീസും ഒരു ബ്രസ്റ്റ് പീസുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഏത് വീട്ടമ്മയ്ക്കും ഇനി ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഒട്ടും ആശങ്കയില്ലാതെ നിങ്ങളും ഈ റെസിപ്പി ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്കിതിനി ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നന്നായിട്ട് അകം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുക, എന്നാൽ കറക്റ്റ് വെന്തിട്ടുമുണ്ട് കേട്ടോ. അപ്പം ഇത് മയണൈസും കൂട്ടി കുറച്ച് സലാഡും ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടി റിച്ച് ആക്കണമെങ്കിൽ ഈ ചൂടോട് കൂടി തന്നെ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ ചിക്കന് മുകളിലേക്ക് ഇനി നാരങ്ങാനീര് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പുളിപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്തോളൂ കേട്ടോ. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ മറ്റൊരു സിമ്പിൾ അടിപൊളി റെസിപ്പിയുമായി കാണും വരേക്കും ബൈ ബൈ.